ഈ അടുത്താണ് ഖത്തറിൽ പ്രകൃതിവാതക ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ പൊട്ടിത്തെറിയിൽ ഒരു മലയാളിക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് നാദാപുരം സ്വദേശിയായ അർജുന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് തന്നെ നടക്കും. ഞായറാഴ്ച രാത്രി ഖത്തറിലെ ബർസാൻ ഗ്യാസ് പ്ലാന്റിലുണ്ടായ അപകടത്തിലാണ് അർജുന് ജീവൻ നഷ്ടമായത്. പ്രസാദ് ഉറുമ്പശ്ശേരി ആ വാർത്തയുടെ കൂടെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. പ്രസാദ്, വളരെ സങ്കടകരമായ കാഴ്ചകളാകും. തീർച്ചയായും സേതു, ഇന്ന് രാവിലെ 6:00 അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിച്ച് പിന്നീട് അവിടുന്ന് റോഡ് മാർഗമാണ് തൂണേരിയിലെ നാദാപുരം തൂണേരിയിലെ അർജുന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ, അതായത് 8 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത്. അതിൽ 12 ഇന്ത്യക്കാർ മരിച്ചു. അതിൽ കഴിഞ്ഞ 6 മാസമായി ഈ LNG കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അർജുൻ 4 വർഷമായി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ദുബായിലെ കമ്പനിയിലായിരുന്നു. ജോലിയുടെ ഭാഗമായി തന്നെയാണ് 6 മാസം മുമ്പ് ഖത്തറിലേക്ക് മാറുകയും ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ ദുഃഖ സാഹചര്യമാണ് ഉള്ളത്. വീട്ടിലെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം തന്നെ സ്ഥലത്തെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അർജുന്റെ മൃതദേഹം വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ വേണ്ടി നാദാപുരം MLA, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുകയും ചെയ്തിരുന്നു. ശരി, പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.